ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എബ്രായ ലേഖനം 13-ാം അധ്യായം 8-ാം വാക്യത്തിൽ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിത സാഹചര്യത്തിൽ പലപ്പോഴും നാം ദൈവത്തോട് അവിശ്വസ്തത കാണിക്കുന്നവരാ. നാം അവിശ്വസ്തരായി തീർന്നാലും ദൈവം നമുക്ക് വിശ്വസ്തനായി തന്നെ നിൽക്കുന്നു. കർത്താവിൻ്റെ നിയമങ്ങൾക്കോ ഉപദേശങ്ങൾക്കോ ദൈവസ്നേഹത്തിനോ യാതൊരു മാറ്റവും ഒരു നാളും വരികയില്ല. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായി നമ്മോട് കൂടെ ഇരിക്കുന്നൊരു ദൈവമാണ്. എന്നാൽ പലപ്പോഴും ഉപദേശങ്ങളിൽ നമ്മെ വലിച്ചിഴച്ചുകൊണ്ട് മറ്റുള്ളതായ ദൈവീയ ഉപദേശങ്ങൾക്ക് വിരുദ്ധമായ അനവധി സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന് നമ്മെ അന്യപ്പെടുത്തി കളയുന്ന അനേകമായ സാത്താന്യ തന്ത്രങ്ങൾ ഇന്ന് ലോകത്തിലുള്ളപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയും, നിങ്ങളുടെ ഹൃദയം കൃപയാൽ ഉറപ്പിച്ചു കൊള്ളണം. ഞാൻ ഒരു നാളും അനന്യനായ ദൈവമല്ല, ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് നിങ്ങളോട് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. രോഗങ്ങളോ കഷ്ടങ്ങളോ പ്രതികൂല സാഹചര്യങ്ങളോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ തുടങ്ങിയ അനവധി സാഹചര്യങ്ങൾ നമുക്ക് നേരിടേണ്ടി വരും. എന്നാൽ ഇവയിൽ പലതും ദൈവത്തിൻ്റെ അറിവോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. നമ്മെ ശോധന കഴിക്കേണ്ടതിനായി, ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കേണ്ടതിനായി, ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളെ നാം ഒന്നുകൂടി മനസ്സിലാക്കേണ്ടതിനായി പലപ്പോഴും പ്രതികൂല സാഹചര്യങ്ങൾ ഒരു വിശ്വാസ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. അവയെ സധൈര്യം നേരിടുവാനുള്ളൊരു ദൈവകൃപ കൂടെ ദൈവം നമുക്ക് നൽകി തന്നിട്ടുണ്ട്. ആകയാൽ ദൈവമക്കളെ, പിന്മാറിപ്പോകുവാൻ ഒരു നാളും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. കർത്താവിൻ്റെ വിശ്വസ്തതയിൽ തന്നെ ഉറച്ചു നിൽക്കുവാനും ദൈവം നമ്മിരിക്കുന്ന അതേ അധൈര്യപ്പെട്ടു പോകരുതേ എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മോട് പ്രത്യേകം ഓർപ്പിക്കുന്നു. ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഞാൻ ഒരു നാളും അധൈര്യപ്പെട്ടു പോകയില്ലെന്ന് ധൈര്യത്തോടെ പറയുവാനൊരു കൃപ, ദൈവം എനിക്ക് തുണ, മനുഷ്യർക്ക് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും, ഞാൻ പേടിക്കയില്ല എന്ന് പറയുവാനൊരു ധൈര്യം ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. മനുഷ്യരാലോ സാത്താനാലോ സാഹചര്യങ്ങളാലോ ഒക്കെ പരീക്ഷിക്കപ്പെടുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. യഹോവ എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല. കർത്താവിൻ്റെ എന്നോട് കൂടെ ഇരിക്കുമെന്ന് വാഗ്ദത്തം ചെയ്തവൻ എന്നോട് കൂടെ തന്നെയുണ്ട്. ഞാൻ ഒരു നാളും അധൈര്യപ്പെട്ടു പോകയില്ല. അതേ പ്രിയപ്പെട്ടവരെ, അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാണ്. ആകയാൽ ഭയപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. ഈ സാഹചര്യത്തിൽ നിന്നും നാം അതിജീവിക്കും. ഈ സാഹചര്യത്തെയും നാം ഓവർകം ചെയ്യും. കർത്താവ് നമ്മോട് കൂടെ ഇരിക്കുന്നത് കൊണ്ട് നാം ഒരു നാളും ലജ്ജിച്ചു പോകയില്ല. ആകയാൽ അതേ കർത്താവ് തന്ന വചനപ്രകാരം ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായവൻ്റെ സ്നേഹം ഈ രാവിലെ സമയം പകരുമാറാകുന്നു. അധൈര്യപ്പെട്ടു പോകരുത്. രോഗങ്ങൾ കഠിനമായിരിക്കുന്നുവല്ലേ? ദുഃഖകരമായ സാഹചര്യം, തലമുറകളെക്കുറിച്ചുള്ള ആധികൾ വല്ലാതെ നമ്മെ ഭാരപ്പെടുത്തുന്നല്ലേ? ഇതിനൊക്കെ എന്താണ്, എവിടെയാണ് ഒരു അന്തമെന്ന് പലപ്പോഴും ചിന്തിച്ച് നാം വ്യാകുലപ്പെടുന്നല്ലേ? കർത്താവ് നമ്മോട് പറയുന്നു, ഞാൻ നിനക്ക് തുണ. കർത്താവ് നമുക്ക് നുണ, പേടിക്കേണ്ടതില്ല. സധൈര്യം മുന്നേറുവാനുള്ള ദൈവകൃപ കൂടെ കർത്താവ് പകർന്നിട്ടുണ്ടല്ലോ. ആകയാൽ ഇന്ന് രാവിലെ സമയം ആ ദൈവകൃപയിൽ ആശ്രയിക്കുവാനും കർത്താവ് നമ്മെ നടത്തുമെന്നുള്ള പൂർണ്ണ വിശ്വാസം ഉറയ്ക്കുവാനും, എൻ്റെ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും. പിന്മാറിപ്പോയാൽ ദൈവത്തിന് അവനിൽ പ്രസാദമില്ല. ആകയാൽ പിന്മാറിപ്പോകാതെ ദൈവത്തിൽ വിശ്വസിക്കുക. കർത്താവ് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാണ്. ആമേൻ.